പ്രപഞ്ചം നിങ്ങളിലേക്ക് ആവാഹിക്കപ്പെടും, നിങ്ങൾ പ്രപഞ്ചത്തിലേക്കും ആവാഹിക്കപ്പെടും. അങ്ങനെ പ്രപഞ്ചം തന്നിലേക്കും താൻ പ്രപഞ്ചത്തിലേക്കും ആവാഹിക്കപ്പെട്ട സമുന്നതമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട്, ദുസ്സങ്കല്പ്യമായ സമുന്നതമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് എഴുതി വിട്ടതാണ് മഹാഭാരതം. വായിച്ച് പേടിക്കും. വായിക്കാൻ അറിയുന്നവൻ വായിച്ചാൽ പേടിക്കുക തന്നെ ചെയ്യും. ബോധം കെട്ട് വീഴാം. ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ബോധം അസ്തമിച്ചു പോകും അറിയാതെ. ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇരുന്ന് ദ്രവിച്ചു പോകും. വായിക്കുന്നയാൾ അറിഞ്ഞ് വായിച്ചാൽ വായിക്കുന്നവനിരുന്ന് ദ്രവിച്ചു പോകും. അവൻ്റെ അസ്തിത്വം മറക്കും, സ്വയം വിസ്മൃതി ഉണ്ടാകും. പ്രതിസ്മൃതി എന്നൊരു മന്ത്രമുണ്ടെന്ന് പറഞ്ഞു വ്യാസൻ. ചൂതുകളിൽ തോറ്റ് രാജ്യം നഷ്ടപ്പെട്ട് സഹിക്കരുതാത്ത ദുഃഖത്തിൻ്റെ കയത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന മാരകമായ വേവലാതിയുടെ സാന്ദ്രീകൃതമായ അവസ്ഥയിൽ ധർമ്മപുത്രർ കാമ്യഭവനത്തിലിരിക്കുമ്പോൾ വസിഷ്ഠൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ദുഃഖം പോകാൻ ഞാൻ നിനക്കൊരു മന്ത്രം തരാം, പ്രതിസ്മൃതി. ഈ പ്രതിസ്മൃതി മഹാഭാരതം പഠിക്കാനുള്ള പഠന ഉപാധി കൂടിയാണ്.